ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇത് ഞാൻ നേരത്തെ ഷോർട്ടിലിട്ടതായിരുന്നു. ഇതെങ്ങനെ ചെയ്യാമെന്ന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത ആ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതുപോലെ ഒരു കട്ട് ചെയ്ത് പേപ്പർ എടുക്കണം കേട്ടോ. കട്ട് ചെയ്തൊരു സർക്കിളിൽ ഇതിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് സാധാരണ പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. നോട്ട്ബുക്കിലെ പേപ്പറാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് പേപ്പർ വേണമെങ്കിലും എടുക്കാം. കളർ പേപ്പർ വേണമെങ്കിൽ അതെടുക്കാം, നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു പേപ്പറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലോണം ഇതുപോലെ ഞാൻ വീഡിയോയിൽ ചെയ്യണ പോലെ തന്നെ നിങ്ങൾ നല്ലോണം മടക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്യണ പരിപാടിയാണ്. കട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു രീതിയിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിൽ മറ്റേ ഇതുണ്ടാവുമല്ലോ, സിസറില്ലേ ഇതേപോലെ കട്ട് ചെയ്യുന്നത്, അതേപോലത്തെ സിസർ ഉണ്ടെങ്കിൽ അത് മതിയാകും. അതൊരു ഓപ്ഷൻ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ ബാഗ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അതിനുശേഷം നമ്മൾ ഇതേപോലൊരു പശ വെച്ച് ഒട്ടിക്കണം കേട്ടോ. അത് നമ്മൾ പശ വെച്ച് അത് ഒട്ടിക്കണം. അപ്പോൾ രണ്ട് സൈഡും നമുക്ക് ഒട്ടിക്കിട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ബാഗ് നമുക്ക് തൂക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാഗിന് വള്ളി സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ വള്ളി സെറ്റ് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ വള്ളി വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ. അപ്പം നമ്മളിങ്ങനെ തൂക്കിയൊക്കെ ഇട്ട് നോക്കാം. പിന്നെ നമുക്ക് ഹാങ് ചെയ്തൊക്കെ ഇതെവിടെയെങ്കിലുമൊക്കെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വെക്കാം ഈ ബാഗ്. അതിന് ശേഷം ഞാൻ ചെയ്യുന്നതാണ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കൽ. അപ്പോൾ നമുക്ക് ഫൈനൽ ടച്ചപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ പല പല സ്റ്റിക്കേഴ്സ് ഞാൻ എൻ്റെ ഐഡിയയിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ പ്രത്യേകം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ആ ബാഗിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മളൊരു മിഠായും കൂടെ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാഗിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നോക്കിക്കേ, നല്ലൊരു സെറ്റ് അല്ലേ, നല്ലൊരു ബാഗ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. സ്റ്റിക്കേഴ്സ് ഞാൻ ഒട്ടിച്ചെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് പല ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്.